അസ്സലാമലൈക്കും. അള്ളാഹു മനുഷ്യന് നൽകിയ പ്രത്യേക ഗുണമാണ് ലജ്ജ. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് അവന്റെ മുമ്പിൽ വെച്ച് ചെയ്യുകയാണല്ലോ എന്ന ബോധമാണ് ലജ്ജയുടെ അടിസ്ഥാനം. ഒരു മികച്ച പ്രവൃത്തി ചെയ്യാൻ ലജ്ജാശീലമുള്ള ഒരാൾക്ക് കഴിയുകയില്ല. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഭൂമിയിലെ സൃഷ്ടികൾ കാണുന്നതിനേക്കാൾ സത്യവിശ്വാസി ഭയക്കേണ്ടതും ലജ്ജിക്കേണ്ടതും അള്ളാഹു കാണുന്നതിനെയാണ്. അള്ളാഹു ആകട്ടെ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ലജ്ജാശീലം രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളിൽ നിന്നും അവനെ അകറ്റി നിർത്തുന്നു. നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാതെ പോകുന്നു. സത്യവും അസത്യവും തമ്മിൽ വ്യത്യാസമില്ലാതാകുന്നു. അള്ളാഹുവെയും സമൂഹത്തെയും പേടിയില്ലാതാകുന്നു. ഇങ്ങനെയുള്ള ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടും. അള്ളാഹു അവന്റെ കർമ്മങ്ങളെ വിചാരണ ചെയ്യാതിരിക്കുകയില്ല. മാലയുടെ ചരട് പൊട്ടി മുത്തുകൾ ഊരിപ്പോകുന്നത് പോലെ ലജ്ജ ഊരിപ്പോയാൽ അയാളുടെ നന്മകളെല്ലാം ചിതറിത്തെറിച്ചു പോകുന്നതാണ്. ധാർമ്മിക അധപതനത്തിന്റെ ഇക്കാലത്ത് ലജ്ജാശീലമുള്ള ഒരാൾക്ക് നല്ല വ്യക്തിയായി ജീവിതം നയിക്കാൻ കഴിയും. കളവിനോട് വെറുപ്പും അശ്ലീലതയോട് അകൽച്ചയും പാലിക്കാൻ ലജ്ജാശീലമുള്ള ഒരാൾക്ക് കഴിയും. ലജ്ജാശീലം ഇല്ലാത്ത ഒരാൾക്ക് ഇസ്ലാമിക സംസ്കാരം തന്നെ വെറുതെയാണെന്ന് ചുരുക്കം. ഹയ്യാ ശുഅബത്തു മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഒരു ശാഖയാണ്. അള്ളാഹു നമ്മെ ലജ്ജാശീലനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.